നിങ്ങൾ സ്വന്തമായിട്ട് കർത്താവേ കോഴിക്കോടിന്റെ കാല് നന്നാക്കാൻ കൃപ തരണേ, കാർ പോർച്ചിനകത്ത് തറയോടെ ഇടാൻ കൃപ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കാതെ ഇത് പ്രാർത്ഥിച്ചാൽ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതൊക്കെ ഇങ്ങനെ പുറകെ വരും. സ്തോത്രം. നിങ്ങളുടെ പുറകെ അനുഗ്രഹങ്ങൾ വരും. നിങ്ങൾ ആദ്യം കർത്താവിൻ്റെ ഇഷ്ടത്തിലുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങളെ തന്നെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ പ്രാർത്ഥന നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നോക്കണം. നോക്കി, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ, ചേർന്ന് പറഞ്ഞ ആത്മാവിനാൽ, നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരമുണ്ട്, പുറത്തെ മനുഷ്യനുണ്ട്, നമ്മുടെ അകത്തൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യനാണ് സ്പിരിറ്റ് മാൻ. ആ അകത്തെ മനുഷ്യനാണ് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്നത്. ആ അകത്തെ മനുഷ്യനാണ് ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഒന്നായി തീർന്നിരിക്കുന്നത്. നമ്മുടെ പലരുടെയും പുറത്തെ മനുഷ്യൻ ഭയങ്കര സ്ട്രോങ് ആണ്, പക്ഷെ അകത്തെ മനുഷ്യൻ ഭയങ്കര വീക്കാണ്. അകത്തെ മനുഷ്യൻ വീക്കാണെന്ന് എങ്ങനെ അറിയാം? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, വചനം വായിക്കാൻ പറ്റുന്നില്ല, കർത്താവിനോട് അടുത്ത് വരാൻ പറ്റുന്നില്ല, ഉപവസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അപ്പോഴേ ഓർത്തോണം, അകത്തെ മനുഷ്യൻ വീക്കാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ വീക്കാണെങ്കിൽ വചനം പറയുന്നു, ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തും. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് നിങ്ങളുടെ അകത്തെ മനുഷ്യനൊന്ന് ശക്തിപ്പെടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം. അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ എന്നാ പറ്റും? അകത്തെ മനുഷ്യൻ ശക്തിപ്പെട്ടാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ കാണാൻ പറ്റും. അകത്തെ മനുഷ്യൻ കാണുന്നതിൻ്റെ പേരാ പ്രോഫസി. അകത്തെ മനുഷ്യന് കേൾക്കാൻ പറ്റും, അകത്തെ മനുഷ്യന് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ അകത്തെ മനുഷ്യന്റെ പ്രത്യേകത, നിങ്ങളുടെ അകത്തെ മനുഷ്യനും പരിശുദ്ധാത്മാവും തമ്മിൽ ഒന്നായി തീർന്നിരിക്കുകയാണ്.